നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. പ്രണയമഴ എന്ന കഥയാണ് ഞാനിന്ന് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഒരു അതിതീവ്ര പ്രണയത്തിൻ്റെ കഥയും അതിൻ്റെ അവസാനവും ആണ് ഈ കഥയിലെ ഉള്ളടക്കം. നമുക്ക് കഥയിലേക്ക് പോകാം. എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്തായിരുന്നു രോഹനുമായി എനിക്കുള്ള ആത്മബന്ധം. സത്യത്തിൽ മനസ്സും ശരീരവും ഒന്നായ ആത്മാക്കളായിരുന്നു തങ്ങൾ. ഒരിക്കലുമല്ല, മനസ്സുകൾ ഒന്നായിരുന്നു, അതിൽ തർക്കമില്ല. പക്ഷേ ഓർമ്മകൾ 22 വർഷം പുറകോട്ട് വലിച്ചു. എൻജിനീയറിംഗ് കഴിഞ്ഞ് ഇൻഫോസിസിൽ ജോലി കിട്ടി. മൈസൂരിൽ ട്രെയിനിങ് നടക്കുന്ന കാലം. ഒരുപാട് കുട്ടികളുള്ള ആ ബാച്ചിൽ പലതരത്തിൽപ്പെട്ടവരെ പരിചയപ്പെട്ടു. വളരെ മിടുക്കരായവർ, ആരെയും കൊതിപ്പിക്കുന്ന വാക്ചാതുര്യമുള്ളവർ, സുന്ദരന്മാർ, സുന്ദരികൾ, അങ്ങനെ പോകുന്നു. മിതഭാഷിയും പതുങ്ങിയ പ്രകൃതക്കാരനുമായ രോഹൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവിചാരിതമായാണ്. ഒരു ദിവസം കഫറ്റേരിയയിൽ ഒറ്റയ്ക്കിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്ന രോഹൻ്റെ അടുത്ത മേശയിലായിരുന്നു ഞാനും എൻ്റെ സുഹൃത്തും ഇരുന്നിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി പ്ലേറ്റിൽ നിന്ന് അല്പം കഴിച്ചിട്ട് അതുപോലെ തന്നെ എഴുന്നേറ്റ് പോകുന്നത് കണ്ടു. പിന്നെ അന്നത്തെ ട്രെയിനിങ് ക്ലാസ്സിൽ ആളെ കണ്ടില്ല. അന്വേഷിച്ചപ്പോഴാണ് പനി പിടിച്ച് കിടക്കുകയാണെന്നറിഞ്ഞത്. എന്തോ മനസ്സിന് വല്ലാത്തൊരു നൊമ്പരം തോന്നി. ഒരാഴ്ച കഴിഞ്ഞാണ് പിന്നെ ക്ലാസ്സിൽ വന്നത്. കണ്ടപാട് ഞാൻ അടുത്ത് ചെന്ന് സുഖവിവരം അന്വേഷിച്ചു. ആദ്യമായാണ് ഞാൻ രോഹനോട് അത്രയും സംസാരിക്കുന്നത്. ആ നിമിഷം മുതൽ എന്തോ ഒരടുപ്പം മനസ്സിൽ കൊളുത്തി വലിച്ചു. പൊതുവെ അന്തർമുഖനായ രോഹനെ സത്യത്തിൽ ഞാനാണ് എന്നിലേക്ക് വലിച്ചടുപ്പിച്ചതെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നും. അതിനുശേഷം പലപ്പോഴും ഒരുമിച്ച് പുറത്തു പോവുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തു ഞങ്ങൾ. രോഹൻ ഒരുപാട് സംസാരിക്കാൻ തുടങ്ങി. കൂടെ ഉണ്ടായിരുന്നവർ അത്ഭുതപ്പെട്ടു. ഞാൻ രോഹനെ ആകെ മാറ്റിയെടുത്തെന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ മാനസികമായി വല്ലാത്തൊരു അടുപ്പം ഉടലെടുത്ത് കഴിഞ്ഞിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് 2 പേർക്കും ബാംഗ്ലൂർ തന്നെ പോസ്റ്റിംഗ് കിട്ടി. പിന്നെ 1 വർഷത്തോളം അടുത്തടുത്ത സ്ഥലങ്ങളിൽ താമസിച്ച് ജോലിക്ക് പോയി. വീട്ടിൽ കല്യാണത്തിന് നിർബന്ധിച്ചപ്പോൾ ഞാൻ രോഹൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ വീട്ടിൽ ഒറ്റ മകളാണ്, സാമ്പത്തികമായ ഉയർന്ന സ്ഥിതിയിലുമാണ്. അതുകൊണ്ട് രോഹൻ്റെ വിവരം കേട്ടപ്പോൾ ചില പൊരുത്തക്കേടുകൾ അച്ഛൻ പറഞ്ഞെങ്കിലും ഒടുവിൽ എൻ്റെ ഇഷ്ടത്തിന് അച്ഛൻ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങളുടെ വിവാഹം വളരെ ആർഭാടമായി നടന്നു. കാത്തിരുന്ന ആ മുഹൂർത്തം മുന്നിൽ വന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാതെയായി. വിവാഹം കഴിഞ്ഞ് രാത്രി എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. തിരക്കുകൾ കഴിഞ്ഞ് വാതിലടച്ചു. പിന്നെ ഉണ്ടായ വികാരത്തള്ളിൽ ഞങ്ങൾ പരസ്പരം കെട്ടിപ്പിടിച്ചു കിടന്നു. കൊതിച്ച നിമിഷങ്ങളായിരുന്നു അവ. പെട്ടെന്ന് രോഹൻ എന്തോ ഒരു തളർച്ച പോലെ വന്നു. ഞാൻ ആകെ പേടിച്ചുപോയി. എന്തു പറ്റിയതാണെന്ന് രോഹനും മനസ്സിലായില്ല. ക്ഷീണം കൊണ്ടാകാമെന്ന് കരുതി ഞാൻ രോഹനെ സമാധാനിപ്പിച്ചു. അങ്ങനെ കല്യാണത്തിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആഴ്ചകൾക്ക് ശേഷം ജോലിക്ക് പോയി. ഞങ്ങൾ ബാംഗ്ലൂരിലെത്തി. നേരത്തെ തന്നെ വാടകയ്ക്ക് ഫ്ലാറ്റ് എടുത്തിരുന്നു. പിന്നെ ഓരോ ദിവസവും ഇത് തന്നെ അവസ്ഥ. ഞങ്ങൾക്ക് ടെൻഷനായി. രോഹൻ കടുത്ത നിരാശയിലുമായി. ഞാൻ ധൈര്യം കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ തീരുമാനിച്ചു. പല ടെസ്റ്റുകളും നടത്തി. ഒടുവിൽ എക്സേർഷണൽ ഡിസ്പീനിയ എന്ന അവസ്ഥയാണെന്നും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. കലശലായ കാർഡിയോമയോപ്പതി കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും പ്രയാസങ്ങൾ വരുന്നതെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായി. അന്നൊക്കെ ഞങ്ങൾ അനുഭവിച്ച വേദന എന്തെന്നറിയില്ല. രോഹൻ്റെ മുമ്പിൽ എനിക്ക് കരയാനും പറ്റില്ല. വിഷമം ആർക്കും മനസ്സിലാകില്ല. എൻ്റെ വിഷമമൊന്ന് കാണിക്കാൻ പോലും എനിക്ക് പറ്റില്ല. വീട്ടുകാർ അറിയരുതെന്ന വാശിയും. ഞാൻ തന്നെ കണ്ടുപിടിച്ചതല്ലേ. എൻ്റെ മാനസികാവസ്ഥ വാക്കുകൾ കൊണ്ട് പറയാൻ എനിക്ക് പറ്റില്ല. രോഹൻ പലതവണ എന്നോട് ഡൈവോഴ്സിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഞാൻ രോഹനോട് വല്ലാതെ ചൊടിച്ചു. എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന രോഹനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ചോദിച്ചു, നിനക്ക് ഞാനില്ലാതെ ഒരു നിമിഷം ജീവിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ അത് പറയൂ. രോഹൻ്റെ തേങ്ങൽ ഉച്ചസ്ഥായിലായി. കാലങ്ങൾ മുന്നോട്ട് നീങ്ങി. ചികിത്സയും ജോലിയുമായി ഒരുവിധം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ 2 വീടുകളിൽ നിന്നും സുഖവിവരങ്ങൾ തിരക്കിയുള്ള ഫോൺ വിളികൾ മുറയ്ക്ക് നടക്കുന്നുണ്ട്. ഇടയ്ക്കവർ ഞങ്ങളെ കാണാൻ വരികയും ഞങ്ങൾ അങ്ങോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കുട്ടികളാകാശത്തിലുള്ള വിഷമമാണ് 2 വീട്ടുകാർക്കും മുഖ്യമായിട്ടുള്ളത്. എന്നാൽ ഞങ്ങൾ ആ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രം അവർ അറിയുന്നില്ല. ഞങ്ങളിലേക്ക് തന്നെ എല്ലാ പ്രശ്നങ്ങളും ഒതുക്കി നിർത്തി. അത് പുറത്തറിയിക്കാതിരിക്കാൻ ഞങ്ങൾ വളരെ പണിപ്പെട്ടു. വളരെ നല്ല ഡോക്ടർമാരുടെ സേവനവും ചികിത്സയും നടത്തുന്നതിൽ ഒരു വീഴ്ചയും ഞങ്ങൾ വരുത്തിയില്ല.
ചെന്നൈക്ക് സ്ഥലം മാറ്റം വാങ്ങി. അപ്പോളോ ഹോസ്പിറ്റലിൽ ചികിത്സ തുടർന്നു. ഒരു സർജറി ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. വീട്ടിൽ പറയാൻ വിസമ്മതിച്ചതുകൊണ്ട് ഞങ്ങളുടെ ഒരടുത്ത സുഹൃത്ത് ബിജുവും ഭാര്യയും ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. ബിജുവിൻ്റെ ഭാര്യ ഗീതു എന്നോടൊപ്പം മുഴുവൻ സമയവും ഉണ്ടായിരുന്നു. ഡിസ്ചാർജ് ചെയ്ത് ഫ്ലാറ്റിൽ നിന്ന് വരുന്നതുവരെ അവർ ഞങ്ങൾക്ക് സഹായമായിരുന്നു. അങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ സർവ്വതും ചെയ്തു. രോഹൻ കുറെ കൂടെ ആരോഗ്യവാനായി, ഓഫീസിൽ പോയി തുടങ്ങി. എങ്കിലും ഞങ്ങൾ ഒട്ടും റിസ്ക് എടുക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. കുഞ്ഞുങ്ങൾ വേണമെന്ന ആഗ്രഹം എന്നേക്കാൾ കൂടുതൽ രോഹനായിരുന്നു. അങ്ങനെ ഞങ്ങൾ IVF ചെയ്യാൻ ആലോചിച്ചു. അതിനുവേണ്ടി ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ചികിത്സയും തുടങ്ങി. ചികിത്സ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു രാത്രി രോഹൻ എന്നോട് ചേർന്ന് കിടന്നുകൊണ്ട് ചോദിച്ചു, സുനു, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ, നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പ്രതീക്ഷിക്കാതെയുള്ള രോഹൻ്റെ ചോദ്യം കേട്ട് ഞാൻ ദേഷ്യപ്പെട്ടു. അപ്പോൾ രോഹൻ നിശബ്ദനായി. പെട്ടെന്ന് കണ്ണു നിറഞ്ഞൊഴുകി. ഇതെന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് രോഹൻ? ഞാൻ ദേഷ്യത്തോട് ചോദിച്ചു. എൻ്റെ സുനുവിന് ഇതൊക്കെ പിന്നീടൊരു ബാധ്യതയാകുമോ എന്ന സങ്കടമാണ് എനിക്ക്, വിതുമ്പിക്കൊണ്ട് രോഹൻ പറഞ്ഞു. ഞാൻ സംയമനം പാലിച്ചുകൊണ്ട് രോഹനോട് ചേർന്ന് കിടന്നു. ഈ രാത്രിയിൽ വേറെ ഒന്നും ചിന്തിക്കാനില്ലേ? ഇന്ന് കണ്ട മിഥുന സിനിമയിലെ തമാശ വല്ലതും പറ രോഹൻ, നമുക്ക് കുറേ ചിരിക്കാം. എപ്പോഴോ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് പതിവ് പോലെ ഞങ്ങൾ രണ്ടുപേരും ജോലിക്കും പോയി. ഞാൻ ഓഫീസിൽ നിന്നും വന്ന് രാത്രിയിലേക്കുള്ള അത്യാവശ്യം ജോലികൾ ചെയ്ത് കുളിക്കാൻ കയറി. ബാത്റൂമിൽ നിൽക്കുമ്പോൾ മൊബൈൽ 2-3 തവണ അടിക്കുന്നത് കേട്ടു. രോഹനായിരിക്കുമെന്ന് കരുതി കുളി കഴിഞ്ഞ് വന്ന ഉടനെ മൊബൈൽ എടുത്തു. ഞങ്ങളുടെ സുഹൃത്ത് ബിജുവിൻ്റെ കോളായിരുന്നു. പെട്ടെന്ന് തിരിച്ചു വിളിച്ചു, എടുത്തില്ല. പിന്നെ ഞാൻ രോഹനെ വിളിച്ചു. ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന് പറയുന്നു. പെട്ടെന്ന് ബിജു എന്നെ ഇങ്ങോട്ട് വിളിച്ചു. രോഹന് ചെറിയൊരു നെഞ്ചുവേദനയായി, ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലാണ്. കേട്ടത് മാത്രം അറിയാം, എൻ്റെ തല കറങ്ങിപ്പോയി. എങ്ങനെ ആശുപത്രിയിൽ എത്തിയെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. ചെന്നപ്പോൾ എല്ലാം കഴിഞ്ഞിരുന്നു. വീട്ടിൽ നിന്ന് അച്ഛനെയും അമ്മയെയും വരുത്തി. വിവരം അറിഞ്ഞ ഉടൻ തന്നെ 2 കൂട്ടരും നാട്ടിൽ നിന്നും വീട്ടിലേക്ക് എത്തി. ബോഡി നാട്ടിൽ കൊണ്ടുപോയി. ചടങ്ങുകൾ കഴിഞ്ഞു. എൻ്റെ ചിന്തകൾ കാട് കയറി. എന്താലോചിച്ചിട്ടും എത്ര ആലോചിച്ചിട്ടും എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. 1 മാസത്തോളം ഞാൻ ജോലിക്ക് പോയില്ല. പിന്നെ പതിയെ ചെന്നൈയിലെ ഫ്ലാറ്റിലെത്തി. മനസ്സിൽ കൂടെ പലതരം ചിന്തകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. 1000 ചിന്തകൾ. അമ്മയെ എൻ്റെ മൗനം ഭ്രാന്ത് പിടിപ്പിച്ചു. എൻ്റെ കുട്ടി എന്തെങ്കിലും ഒന്ന് പറയൂ എന്ന് പറഞ്ഞ് കരയുമ്പോൾ എൻ്റെ മനസ്സിന് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഈ അവസ്ഥയിൽ എല്ലാവരും ഭയപ്പെട്ടു. ആരും കാണാതെ ബാത്റൂമിൽ കയറി കതകടച്ച് ബക്കറ്റിലെ വെള്ളവും തുറന്നു വിട്ട് ഞാൻ എൻ്റെ സങ്കടം കരഞ്ഞു തീർക്കും. എൻ്റെ കണ്ണീരാരെയും കാണിക്കില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു. ഒടുവിൽ ഒരു ദിവസം അമ്മയോട് ഞാൻ പറഞ്ഞു, എനിക്ക് ചികിത്സ തുടരണം. എൻ്റെ രോഹൻ്റെ കുട്ടികളെ പ്രസവിക്കണം, വളർത്തണം. അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം. അമ്മ ഞെട്ടിയത് ഞാൻ കണ്ടെങ്കിലും കണ്ടമട്ട് നടിച്ചില്ല. സമ്മിശ്ര വികാരങ്ങൾ അമ്മയുടെ മുഖത്ത് മിന്നിമറയുന്നത് എനിക്ക് കാണാമായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വല്ലാത്ത ഉൾവിളി. ഞാൻ അതിൽ ഉറച്ചു തന്നെ നിന്നു. അമ്മയ്ക്കെന്നല്ല ആർക്കും എന്നെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല. ഒടുവിൽ ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന ബീജം ഉപയോഗിച്ച് ചികിത്സ തുടങ്ങി. അമ്മയും അച്ഛനും അവസാനം വരെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സ്കാനിംഗ് നടത്തിയപ്പോൾ ഇരട്ടകളാണെന്നറിഞ്ഞു. ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ശസ്ത്രക്രിയയിലൂടെ 2 പെൺകുഞ്ഞുങ്ങളെ പുറത്തെടുത്തു. അവർ വളർന്നു വരുന്തോറും രോഹനെ എനിക്ക് കാണാമായിരുന്നു. കാലങ്ങൾ പോയതറിഞ്ഞില്ല. എൻ്റെ ജോലിയുടെ മാറ്റമനുസരിച്ച് ഞങ്ങൾ താമസം മാറിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ അച്ഛൻ രോഗത്തിന് അടിമപ്പെടുകയും ഞങ്ങളെ വിട്ടു പോവുകയും ചെയ്തു. ഭാഗ്യത്തിന് എൻ്റെ അമ്മയ്ക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ ഞങ്ങൾ സമാധാനത്തോടെ മുന്നോട്ട് പോയി. ഒരു ദിവസം ബിജുവും ഭാര്യ ഗീതുവും വീട്ടിൽ വന്നു. ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന പ്രതീഷ് ആക്സിഡൻ്റായി ഹോസ്പിറ്റലിലാണെന്നും ആക്സിഡൻറ്റിൽ ഭാര്യയും മോളും തൽക്ഷണം മരിച്ചുപോയി എന്നും പറഞ്ഞു. അവർ കാണാൻ പോവുകയാണ്, നീ വരുന്നെങ്കിൽ കൂടെ വരിക എന്ന് പറഞ്ഞു. ഈ കേട്ട വാർത്ത സങ്കടം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത അവസ്ഥയിലായി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പ്രതീഷിനെ പോയി കണ്ടു. ആരുടെയും ഹൃദയം അലിയിക്കുന്ന ഒരു കാഴ്ചയാണത്. നൊമ്പരം ഉള്ളിലൊതുക്കി ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. കാലങ്ങൾ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ലല്ലോ. ബിജു പറഞ്ഞ് വിവരങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. പ്രതീഷിൻ്റെ വിവരങ്ങളെല്ലാം കേൾക്കുമ്പോൾ സങ്കടം തോന്നിയിരുന്നു.
ഡിപ്രഷനിലായിരുന്ന അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സുഹൃത്തുക്കളായ എല്ലാവരും പരമാവധി ശ്രമിച്ചു. പഠിക്കുന്ന കാലത്ത് തമാശകൾ പറഞ്ഞ് ഞങ്ങളെ ചിരിപ്പിച്ചിരുന്ന പ്രതീഷ് ഇപ്പോൾ ആകെ മാറിപ്പോയി. ഒരു ദിവസം പ്രതീഷിനെ മോളിൽ വെച്ച് അവിചാരിതമായി ഞാൻ കണ്ടു. ഞാൻ വീട്ടിലേക്ക് ക്ഷണിച്ചു. വീട്ടിൽ വന്ന് അവൻ മക്കളുമായി അടുത്തു. കാപ്പിയുമായി ഞാൻ വരുമ്പോൾ അവർ 3 പേരും കൂടി ചീട്ടെടുത്ത് ബ്ലഫ് കളിച്ചുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്നു. കുറേ നേരം വീട്ടിൽ ചിലവഴിച്ച് അവൻ തിരിച്ചുപോയി. ഇടയ്ക്കിടയ്ക്ക് പ്രതീഷ് വീട്ടിൽ വരാൻ തുടങ്ങി. പ്രതീഷ് അവധി ദിവസങ്ങളിൽ വന്ന് കുട്ടികളുടെ കൂടെ സമയം ചിലവാക്കുന്നതൊരു പതിവാക്കി. മക്കളും ആ സമയങ്ങൾ കാത്തിരിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ബിജുവും ഗീതുവും ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ കഫറ്റേരിയയിൽ ഒരു കോഫി കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു. കോഫി കുടിക്കുന്നതിനിടയിൽ അവർ എന്നോട് പ്രതീഷ് ചോദിക്കാൻ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു. അത് ഞങ്ങൾക്കും വലിയ ആഗ്രഹമാണ്. സുനു, നിങ്ങൾ ഒന്നാകണം. നിനക്കും അവനും കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും ഒക്കെ സമാധാനം കിട്ടും. നിങ്ങൾ തമ്മിൽ എല്ലാം അറിയുന്നവരുമാണ്. നീ എതിര് പറയരുത്. നീ നല്ലതുപോലെ ഒന്ന് ആലോചിക്ക്. ഒറ്റ ശ്വാസത്തിൽ അവൻ അത് പറഞ്ഞൊപ്പിച്ചു. എനിക്ക് ഷോക്കടിച്ച പോലെയായി. ഞാനൊന്നും മിണ്ടിയില്ല. അന്ന് രാത്രി ഞാൻ ഒരുപാട് ആലോചിച്ചു. വയസ്സ് 45 അടുക്കുന്നു. കുട്ടികൾക്ക് വെറും 5 വയസ്സ് കഴിഞ്ഞതേയുള്ളൂ. 14 വർഷത്തെ രോഹനുമായുള്ള ജീവിതം കഴിഞ്ഞുണ്ടായ എൻ്റെ സമ്പാദ്യമാണവർ. അമ്മയുടെ സഹായം കൊണ്ടാണ് ഞാനിവിടെ എത്തി നിൽക്കുന്നത്. ആരുടെയും ജീവിതത്തിന് ഒരു ഉറപ്പുമില്ലെന്ന് എന്നേക്കാൾ നന്നായി ആർക്കാണ് അറിയാവുന്നത്? അതുകൊണ്ട് മക്കൾക്കും എനിക്കും അമ്മയ്ക്കും പ്രതീക്ഷ ഒരു കൂട്ടായി കൂടുന്നില്ലല്ലോ. അവന് കൂട്ടായി ഞങ്ങളും ഉണ്ടാകുമല്ലോ. ഓരോന്നാലോചിച്ച് ഉറങ്ങിപ്പോയത് അറിഞ്ഞില്ല. രാവിലെ മൊബൈൽ അടിക്കുന്നത് കേട്ടാണ് ഉണർന്നത്. പ്രതീഷ്. നെഞ്ചിടിപ്പോടെ ഞാൻ ഫോണെടുത്തു. അങ്ങേ തലയ്ക്കൽ നിന്ന്, സുനു, ഞാൻ ഇന്നലെ രാത്രി സത്യത്തിൽ ഉറങ്ങിയില്ല. നീ എന്ത് തീരുമാനിച്ചു? ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത ഫോൺ വിളിയും ചോദ്യവും. ഉറക്കച്ചെടവിൽ ചിരിക്കണോ കരയണോ ദേഷ്യപ്പെടണോ എന്നൊന്നും എനിക്കറിയാൻ വയ്യാത്തൊരവസ്ഥ. പെട്ടെന്ന് വീണ്ടും അവൻ സുനു എന്ന് വിളിച്ചു. എടാ, നിനക്കിത് എന്നോട് നേരിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ? മറ്റുള്ളവരെ അറിയിച്ചത് എന്തിനാണ്? എൻ്റെ മറുപടി നീ മാത്രം കേട്ടാൽ പോരായിരുന്നോ? ഞാൻ തിരിച്ചു ചോദിച്ചു. ഇത് കേട്ടതും, സുനു, ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. നീ ഇതറിയുമ്പോൾ എന്നോടിനി മേലാൽ വീട്ടിൽ വരരുതെന്നെങ്ങാനും പറയുമോ എന്ന പേടിയായിരുന്നു എനിക്ക്. കുട്ടികളെ കാണാൻ പറ്റില്ലേ എന്നോർത്ത് ഞാൻ വിഷമിച്ചു. വാക്കുകൾ ഇടർന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. പിന്നെ ഒരു നിയോഗം പോലെ എല്ലാം നടന്നു. ഞങ്ങൾ ഒന്നായി. വണ്ടർലയിൽ കുട്ടികളെയും കൊണ്ട് വന്നതായിരുന്നു ഞങ്ങൾ ഇന്ന്. അവരെയും കൊണ്ട് ഓരോ റൈഡുകളിലും പ്രതീക്ഷ പോയിരിക്കുന്നു. എനിക്കതിലൊന്നും ഉള്ള ആരോഗ്യം ഇപ്പോൾ ഇല്ല. അവർ മൂവരും ഓരോ റൈഡിലും ആവേശം പറഞ്ഞ് എന്നെ കൊതിപ്പിച്ചുകൊണ്ട് അടുത്തതിലേക്ക് പോകുന്നതും നോക്കി ഞാൻ സ്വസ്ഥമായി ഒരിടത്ത് ഇരിക്കുകയാണിപ്പോൾ. എങ്ങനെയുണ്ട് എൻ്റെ കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ. ഇനി അടുത്ത ഒരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.